ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ ആവശ്യത്തിന് പിന്നാലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ യൂനുസിന് മേൽ രാജ്യസമ്മർദ്ദമേർന്നു. യൂനുസിനെതിരെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടിയും നിലപാട് കടുപ്പിച്ചിരുന്നു. യൂനുസിന്റെ പ്രവർത്തനം ഫലപ്രദമാകുന്നില്ലെന്നാണ് ഇവരുടെ വിമർശനം. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും യൂനുസിന്റെ പ്രവർത്തനങ്ങളിൽ വിമർശനം ഉയർന്നു. രാജിവെക്കണമെന്നുള്ള അഭിപ്രായം പല അംഗങ്ങളും പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും മുഹമ്മദ് യൂനുസിനെതിരെ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ അമേരിക്കയ്ക്ക് വിൽക്കുകയാണ് യൂനുസ് എന്ന് ഷെയ്ഖ് ഹസീന ആരോപിച്ചു. സൈനിക മേധാവി വാക്കർ ഉസ് സമാനും യൂനുസുമായുള്ള അഭിപ്രായ ഭിന്നത ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ ആരോപണം. എന്നാൽ യൂനുസ് രാജിവെക്കില്ലെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വെല്ലുവിളികളെക്കുറിച്ച് യൂനുസിന് ബോധ്യമുണ്ടെന്നും അത് തരണം ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസമെന്നും സർക്കാരിൻ്റെ ആസൂത്രണ ഉപദേഷ്ടാവ് വഹീദുദ്ദീൻ മഹ്മൂദ വ്യക്തമാക്കിയിട്ടുണ്ട്.